സൂര്യ കോമഡിയുടെ എല്ലാ പ്രേക്ഷകർക്കും കുക്കു കുക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ കോട്ടയത്ത് സോൾ കിച്ചൺ ബൈ ഷെഫ് നളൻ റെസ്റ്റോറൻറ്റിലാണ് ഉള്ളത്. അപ്പോൾ ഞാനിവിടെ കയറി വന്നപ്പോൾ തന്നെ കലവറ ഫുൾ സെറ്റാണ്. നോക്കിയപ്പോൾ ആദ്യം തന്നെ എൻ്റെ കണ്ണ് പോയത് ഈ അരകല്ലോട്ടാണ് കേട്ടോ. അതിന് ഇവിടുത്തെ ഇൻഗ്രീഡിയൻസ് നോക്കുവാണെങ്കിൽ ചെറിയുള്ളി വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ തേങ്ങയുണ്ട്, കല്ലുപ്പുണ്ട്, കരിവേപ്പിലയുണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പം ശരിക്കും പറഞ്ഞ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് ഇതൊരു ചമ്മന്തി വൈബാണ് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷെ നമ്മുടെ ഷെഫ് ആയതുകൊണ്ട് തന്നെ ചമ്മന്തി ആയിരിക്കും ഉണ്ടാക്കുന്നത്, ഓർ ഈ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വേറെ എന്തെങ്കിലും ആണോ എന്നൊന്നും നമുക്ക് ഒരു ഐഡിയയും കിട്ടത്തില്ല. കാരണം ഇവിടെ ഒരു പാനും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതറിയാൻ വേണ്ടി തന്നെ ഇന്നത്തെ എന്താണ് ഫുഡ് ഐറ്റം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നമ്മുടെ ഷെഫിനെ തന്നെ നേരെ വിളിക്കാം. സോ ലെറ്റ്സ് വെൽക്കം ഷെഫ് നളൻ. വെൽക്കം ടു അനദർ എപ്പിസോഡ്. നമ്മൾ കുറച്ച് പരിപാടികളായിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം, അടിപൊളി അല്ലേ? നമുക്ക് ഒരു നാച്ചുറൽ വേ ഓഫ് പ്രിപ്പറേഷനിലേക്ക് കടക്കാം അല്ലേ? തുടങ്ങിയാലോ? നമുക്ക് അതിനു മുമ്പ് നമ്മൾ ഫുഡ് ഐറ്റം എന്റെ മനസ്സിലൊരു ഗസ്റ്റ് ഉണ്ട് എന്താന്നുള്ളത് ഇതൊക്കെ കണ്ടിട്ട്. പക്ഷെ നമുക്ക് നമ്മുടെ ഗസ്റ്റിനെ ആദ്യം വിളിച്ചിട്ട് നമുക്ക് എന്നിട്ട് പോലെ വീണ്ടും ഗസ്റ്റ് ഉണ്ട്. നമ്മൾ വെറുതെ വിടത്തില്ല, നമ്മൾ പിന്നെയും ഗസ്റ്റിനെ വിളിച്ചിട്ട് ഗസ്റ്റിന്റെ കൂടെ തന്നെ ഒരു പരിപാടിയാണ് പണി കൊടുക്കണം. ഇത് വെച്ച് എന്തായാലും പണി കൊടുക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഗസ്റ്റിനെ വിളിക്കാം. സോ നമ്മുടെ ഗസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടെലിവിഷൻ സീരിയലൊക്കെ നമ്മൾ എപ്പോഴും കാണുന്നതാണ്. നമുക്ക് എല്ലാവർക്കും മലയാളികൾക്കെല്ലാം ഭയങ്കര സുപരിചിതമായിട്ടുള്ള ഒരാളാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഗസ്റ്റ് ആണ്. അപ്പൊ നമ്മുടെ സ്വന്തം നമ്മുടെ അപ്സര ചേച്ചിയാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ലെറ്റ്സ് വെൽക്കം അപ്സര. വീണ്ടും വീണ്ടും കൊണ്ടുവരുന്നതിന്റെ ഉദ്ദേശം മനസ്സിലായില്ല. അത് ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. പ്രേക്ഷകർ നിർബന്ധിച്ച പിന്നെ എങ്ങനെയാ പ്രേക്ഷകർ ആ കരിക്ക് ബിരിയാണി കണ്ടതിന് ശേഷം ആൾക്കാർ വീണ് ഫ്ലാറ്റ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ പ്രാവശ്യം കരിക്ക് ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞ് പോയിട്ട് വീട്ടിൽ പോയിട്ട് ട്രൈ ചെയ്തായിരുന്നോ? ഇല്ല. ഇവിടുന്ന് ഭയങ്കര ആവേശത്തോടുകൂടിയാ അല്ലേ പോയത്? എന്താ വെച്ചാൽ അവിടെ പോയി ട്രൈ ചെയ്തിട്ട് എനിക്ക് അതുപോലെ കിട്ടിയില്ല. അതുകൊണ്ടാണ് അപ്പൊ ഷെഫ് പറയുന്നത്. അതിന്റെ ഫോട്ടോസും വീഡിയോസും ഒന്നും ഇൻസ്റ്റയിൽ കണ്ടില്ല. ആൾക്കാരെല്ലാം വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്സര തീർച്ചയായിട്ടും ഇടുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും ലൈക്കും ഷെയറും ഒക്കെ ഫോളോ ഒക്കെ ചെയ്യണം. ഉണ്ടാക്കണം എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ എന്റെ പേര് വരുമല്ലോ. അതെ, നമ്മളപ്പോ ഇതൊക്കെ കണ്ടിട്ട് നോക്കൂ എന്താണ് ഒരു. കഴിഞ്ഞ പ്രാവശ്യം ബിരിയാണി കണ്ടപ്പോഴത്തേക്കും അതില് ഇൻഗ്രീഡിയൻസ് ഫുൾ എന്നെ കൊണ്ടാ കട്ട് ചെയ്യിപ്പിച്ചേ. ഇന്നിപ്പോ ഇതാണ് മെയിൻ ആയിട്ട് നമ്മുടെ ഇന്ന് കട്ടിങ് ഇല്ല. അതാണ് അതിന്റെ പ്രത്യേകത കേട്ടോ. ദൈവത്തെ ഓർത്ത് നമുക്ക് നൈഫിന്റെ കിറ്റ് പോലും കൊണ്ടുവന്നിട്ടില്ല. ശ്രദ്ധിക്കുക അല്ലേ, നൈഫ് കിറ്റ് കൊണ്ടുവന്നില്ല, യാതൊരു കട്ടിങ്ങും എന്നില്ല. വളരെ സിമ്പിൾ പരിപാടിയാണ്. അപ്പൊ ഈ അരകല്ല് എപ്പോഴാണ് യൂസ് ചെയ്തിട്ടുണ്ടോ? എപ്പോഴാണ് അല്ല ജീവിതത്തിൽ ഇത് കണ്ടിട്ടുണ്ടോ? അതാണ് അല്ലേ? എവിടെ ഇത് കണ്ടത്? ലാസ്റ്റ് കണ്ടത് എവിടെയാണ്? എന്റെ അമ്മയുടെ വീട്ടിലൊക്കെ ഉണ്ടായി. അമ്മയുടെ വീട്ടില്. അപ്പൊ എത്ര വർഷം മുമ്പാണ് അത് കണ്ടത്? അങ്ങനെയൊക്കെ തള്ളി പറിക്കുക. അരച്ചിട്ടുണ്ടോ? അരച്ചിട്ടില്ല. അങ്ങനെയാണ് ഇതിന്റെ പേരെന്തോ? അരകല്ല്. ഹലോ, ഇതിന്റെ പേര് അത് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് കുഴവിന്നാണ്. വേറെന്തെങ്കിലും പേരുണ്ടോ? ഇല്ല, അങ്ങനെ കേരളത്തിൽ മൊത്തം കുഴവിന്ന് വിളിച്ചാ മതി തൽക്കാലം. ഞാൻ എന്റെ നാട്ടിലെന്ന് പറഞ്ഞതേ എന്തേലും ഇത് പിടിച്ച പേരാന്ന് പിന്നെ നിങ്ങൾ ഇനി അതി പിടിച്ച് തോന്നണ്ട വെച്ചിട്ടാ ഭയങ്കര മൊത്തം പ്രിപ്പയർ ചെയ്ത്. കഴിഞ്ഞൊരു എപ്പിസോഡിന് ശേഷം ഫുൾ അപ്സര ചേച്ചി ഫുൾ പ്രിപ്പയർഡ് ആണ്. ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഡിഷ് ഉണ്ടാക്കാം അല്ലെ? അന്നിപ്പം ആൾക്കാർ ഇപ്പൊ നേരത്തെ പറഞ്ഞ കണക്ക് വാരി തന്നുകൊണ്ട് പോയ ചമ്മന്തിയാണ് നമ്മൾ ഇന്നിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അല്ലേ? അപ്പം ഇന്ന് ബേസിക്കലി താങ്കളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന കഴിഞ്ഞ പ്രാവശ്യം തന്നെ താങ്കളുടെ കൂടെ ചങ്ക് പറിച്ച് കൂടെ നിന്നിട്ടും പിന്നിൽ നിന്നും മുന്നിൽ നിന്നും കുത്തിയിട്ടും അങ്ങനെ കുത്തി സപ്പോർട്ട് പറയുന്നത് കുത്തി ഞാൻ ഓർത്തു വെക്കുന്നത് എന്തായിരുന്നു ഇൻസിഡന്റ്? അതെ, ലാസ്റ്റിലാണെന്നുണ്ടെങ്കിൽ തള്ളി പറയുകയും ചെയ്യും. അപ്പൊ ഈ കുട്ടി അങ്ങനെ ഒരുപാട് അതുകൊണ്ട് ഞാൻ ഇന്ന് ഷെഫിന്റെ ടീമിലാണ്. അല്ലെ, ഐറ്റംസിന്റെ പേരുകളൊക്കെ ഒന്ന് പറയാം. പറഞ്ഞോളൂ. അല്ല പറഞ്ഞോളൂ. നമ്മളിങ്ങനെ ഈ ഇലയൊക്കെ എടുത്ത് നമ്മളിങ്ങനെ ചുണ്ണാമ്പൊക്കെ പറയട്ടോ, അറിയാം? അത് ചുണ്ണാമ്പിന്റെ കണ്ടുപിടിച്ച്. അപ്പൊ എന്താണ് നാരകം എന്ന് പറയും. ഏത് ഫ്രൂട്ടിന്റെ? അപ്പം ഏത് ഫ്രൂട്ട്? ഒരു കൈയ്യടി എടുത്ത്. അപ്പൊ ഈ ഇല ഈ ചമ്മന്തി അരച്ചിട്ടുണ്ടോ ജീവിതത്തിൽ? കഴിച്ചിട്ടുണ്ടോ? പക്ഷെ ഈ സാധനം മോരിലിട്ടിട്ട് കുടിച്ചിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. ഇതിങ്ങനെ ആക്കിട്ടോ നമ്മൾ പറിച്ചിട്ട് ഇങ്ങനെ ആക്കണം അരയ്ക്കാൻ വേണ്ടിട്ട്. ഞരമ്പ് പറിച്ച് കളയാന്ന് പറയും. ഓക്കെ, ഞരമ്പ് പറിച്ച് കളയാം. അപ്പൊ ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കിയാലോ? അപ്പൊ തേങ്ങയുണ്ട്, പിന്നെ കല്ലുപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഇഞ്ചി,
ഇഞ്ചി, ഇത് കരിവേപ്പില, അല്ല, ഇത് കറിവേപ്പില. ഓക്കെ, ഇത് പുളിയാണോ? ഇത് പുളി. കണ്ടോ? ഇത് എണ്ണ. ഏതെണ്ണ? വെളിച്ചെണ്ണ. ഉറപ്പാണോ? മണത്ത് കണ്ടിരിക്കാം. വെളിച്ചെണ്ണ. പിന്നെ ഇത് എന്തായിരുന്നു? മുളകാണെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ നേരത്തെ എന്നോട് പറഞ്ഞു തന്നു. വേണമെങ്കിൽ ഞാൻ അഭിനയിക്കാൻ അറിയാത്ത പോലെ, പക്ഷെ എനിക്കറിയാം വറ്റൽ മുളക് അല്ലേ. നമുക്ക് വരയ്ക്കാൻ തുടങ്ങാം. ഇല എടുത്തോളൂ. താങ്കളല്ലേ സെലിബ്രിറ്റി? ഞാനൊരു ഓപ്ഷൻ പറഞ്ഞോട്ടെ? ഇല്ല, പറയണ്ട. കാരണം ഞാനിത് കണ്ടിട്ടെങ്കിലും ഉണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ എന്തായി പറയണേ? അപ്പൊ നമ്മൾ എടുത്തു കൊടുക്കുന്നു. ഇന്ന് നേഹ അല്ല, ഞാൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ സത്യമായിട്ടും കണ്ടിട്ടുണ്ട്. ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ കണ്ടവർ തന്നെ അരക്കണം. ഞങ്ങൾ കണ്ടിട്ടില്ല അല്ലേ? ഞങ്ങൾ ഒരുപാട് നാളായി കണ്ടിട്ട്. വാട്ട് ഈസ് ദിസ്? അരകല്ല് കുഴവി. ഓക്കെ, പക്ഷെ ഞാൻ കാര്യം ഇത് ഇച്ചിരി നമുക്ക് പൊടിച്ചിട്ടല്ലോ. ഇച്ചിരി നമുക്ക് മുറിച്ചിടട്ടെ. ഞാൻ മുറിച്ചോ. ജീവിതത്തിൽ നിന്ന് ചമ്മന്തി അരച്ചിട്ടില്ലല്ലോ. ഇല്ല. താങ്കളുടെ അമ്മ അഭിമാനിക്കും. അതാ ശരിക്കും അഭിമാനിക്കട്ടോ. ഇത് കഴിഞ്ഞ് വിളിച്ച് പറയണം. അതെ, വരച്ചു. ഓക്കെ, ഇത്രയും മതിയോ? ഇട്ടോ, കിടക്കട്ടെ. ഇട്ടോ, ഒരു ആവേശത്തിന്. നമ്മുടെ ഇന്നത്തെ ചമ്മന്തിയുടെ പേരെന്താ? ഒരു അരച്ച് കഴിഞ്ഞിട്ട് എന്ത് ചമ്മന്തിയാണോ ആവുന്നത് അതാണ് എന്റെ ചമ്മന്തി. അപ്പൊ നമുക്ക് ഇവിടെ നിർത്താം അല്ലേ? ഇനി കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം സാറേ. ഓക്കെ, കല്ലുപ്പ് ഇട്. ഇത്രയും വേണം. ഇട്ടോ. ഇനിയും വേണം. ആയിക്കോട്ടെ. ശരിക്കും നിങ്ങൾ എന്നെ ഞാൻ പറയട്ടെ, നിങ്ങൾ തമ്മിലല്ലേ ഇത്? ഞാൻ ഭയങ്കര ടയർഡായില്ലേ? ടയർഡായി. പിന്നെ ഇതിനകത്ത് ഈസി പീസി എങ്ങനെയായിരുന്നു? പറയട്ടെ, ഇത് നമ്മുടെ അത് പറഞ്ഞു കൊടുക്കാം. ഓർമ്മിപ്പിക്കുന്നത് ഈ കാര്യത്തിലൊക്കെ എന്തൊരാവേശമാണ്. ഇത് നമ്മുടെ യൂട്ടൻസിൽ കുക്ക് വെയർ ആണ്. ഇതിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഇതിനുണ്ടാക്കിയ ബിരിയാണി കല്ലിലരച്ച് ചമ്മന്തിയുമായി കഴിക്കണം. ആൻഡ് ഇത് ഭയങ്കര ഈസി പീസി ആയിട്ട് നമുക്ക് ഫുൾ പരിപാടികൾ നമുക്ക് തീർക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മള് കല്ലുപ്പിട്ടു. ഇനി തന്നെ അരച്ചു തുടങ്ങാം. ഓക്കെ, എന്റെ അമ്മച്ചി റോഡ് റോളറാണോ? ഞാൻ കാര്യം പറയട്ടെ, ഇത് അത്യാവശ്യം കുഴപ്പമില്ലല്ലോ. സീരിയസ് ആയിട്ട് പറ. സീരിയസ് ആയിട്ട് കുഴപ്പമില്ല. അതെ, എന്തോ എപ്പിസോഡ് എവിടെയോ. ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എന്നെ പുച്ഛിക്കണ കണ്ടപ്പോ എനിക്ക് പുച്ഛിച്ചിട്ടില്ല. നിങ്ങൾ പുച്ഛിച്ചു. അല്ല, പുച്ഛിച്ചു. നന്നായി പുച്ഛിച്ചു. ഈശ്വര, ആ ദേഷ്യം മൊത്തം അവിടെ ഉണ്ട് കേട്ടോ. ഇല അരഞ്ഞ അരപ്പ് വന്നോ? അപ്പൊ എന്തുമാത്രം ദേഷ്യം ഉണ്ടോന്ന് ആലോചിച്ച് നോക്കണം. പക്ഷെ ഇത് ഞാൻ എന്തായാലും റെഡിയാക്കിയിട്ടുണ്ട്. നിങ്ങൾ വിചാരിച്ചു അറിയില്ല, പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആലോചിക്കായിരുന്നു എങ്ങനെയാണെന്നൊക്കെ. സെറ്റ്. ഇതെവിടെ റെസ്റ്റ് ചെയ്യേണ്ട? എവിടെ അത് റെസ്റ്റ് ചെയ്യേണ്ടത്? ഇവിടെ. ഇങ്ങനെയൊക്കെ ആഗ്രഹമാണെങ്കിൽ എന്റെ ഉള്ളി ഞാൻ അത് ഓൾറെഡി ചെയ്ത് വെച്ചേക്കണേ. അടുത്തത് അല്ല, ഒരുമിച്ചല്ലേ? ഉള്ളി അതെ ഒരുമിച്ചാ ചമ്മന്തി അരയ്ക്കുന്നു. അല്ല, ഞാൻ പറഞ്ഞ അധികം അല്ലേ ഇനി അരയ്ക്കണം. ഒരു ഉള്ളി 2-3 അല്ലെങ്കിൽ പറന്നു പോകുന്നത്. ആര് പറന്നൊന്നും പോകത്തില്ല. ചതക്കട്ടെ. ഐഡിയ കാര്യങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്ത് ഇപ്പൊ നോക്കിക്കോ. അവളെ പിടിക്കുന്നവരെ കൊണ്ട് ചതക്കട്ടെ, അല്ലെങ്കിൽ അത് പറക്കും. അത്ര മതി, ഇനിയും ചെയ്യണ്ട. അല്ല, അതൊക്കെ അറിയുമ്പോഴത്തേക്കും സെറ്റ് ആവും. കാണിച്ചു തരും. കണ്ടോ, നോക്കിയോ, കൊച്ചു വാശിയാ. ഇന്ന് ഫുൾ അപ്സര ചേച്ചിയാണ് അപ്പൊ കുക്കിംഗ്. കരിക്ക് ബിരിയാണി കഴിഞ്ഞതിന് ശേഷം ഭയങ്കര കോൺഫിഡന്റ് ആ കോൺഫിഡൻസ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. പ്ലീസ് ഭയങ്കര കോൺഫിഡന്റ്. മതി. വാസന നോക്കി. ഞാൻ എന്നാ ചെയ്താലും ഭയങ്കര കയ്പാണല്ലേ. ഈ ചമ്മന്തി ഒന്ന് കഴിച്ചു നോക്കിട്ട് വേണം. അതെ, ജീവിതത്തിന്റെ ജീവിച്ചിരിക്കണോ വേണ്ടോ തീരുമാനിക്കാം. നമുക്ക് ഇഞ്ചി എടുക്കും. ഇഞ്ചിയോ? അത് മതിയേ, ഇനി എടുത്തോളല്ലേ. കാരണം ഇനിയിപ്പോ ഇഞ്ചി ഉള്ളതന്നെ നമ്മുടെ കാര്യമില്ല. അത്രയും ഇഞ്ചി വേണം നമുക്ക്. കിടന്നോട്ടെ. ഇപ്പൊ നമ്മൾ എന്തൊക്കെ ഇട്ടത്? ആദ്യം ഏല, ചെറിയുള്ളി. ഇത് ഇംഗ്ലീഷ് പറഞ്ഞു. ചെറിയുള്ളി. അത് ഓൾസോ ഞാൻ ചോദിക്കാതിരിക്കുന്നത്, ഇതിന്റെ ഇംഗ്ലീഷ് എന്താ? അറിയത്തില്ല. ഇല്ല. അതിന്റെ കളർ എന്തോ? റെഡ് ചില്ലി. പക്ഷെ റെഡ് ചില്ലി വറ്റൽ മുളക് എന്നല്ലേ പറഞ്ഞു. അപ്പൊ അതിന് റെഡ് ചില്ലി. ഞാൻ ഇടുവാന്നേ. ഡ്രൈഡ് റെഡ് ചില്ലിയോ? അതാണ് അതിന്റെ പേര്. എന്ത് മനോഹരം. ഇത് അരയ്ക്കുന്നുണ്ടോ? ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്. നേഹ എങ്ങനെ അരച്ചത് കാണിച്ചു തരാം. ഒന്ന് മാറിയ പോലെ നേഹ അരച്ചതാണ് കാണിച്ചു തരാം. ഇങ്ങനെ കൊണ്ട് എടുത്തു.
ഞാൻ അങ്ങനെയാണ് ഇങ്ങനെ അരച്ചത്. അരച്ചു പിന്നെ ഇങ്ങനെയൊക്കെ എടുത്തോണ്ട് പോകുന്നത് ആദ്യമൊന്നും അല്ലല്ലോ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ എടുത്തോണ്ട് ചേച്ചി വന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഫുൾ മാറി. അല്ല ഈ വീഡിയോ റീപ്ലേ ചെയ്ത് നോക്കണം. അല്ല ഞാൻ പക്ഷെ പറയട്ടെ, മനോഹരമായിട്ട് അരയ്ക്കുന്ന ഞാൻ പക്ഷെ ആദ്യം അങ്ങനെ ഇത്ര മനോഹരമായ സ്ഥിതിക്ക് അവള് തന്നെ അല്ല പാവപ്പെട്ടവരെ പഠിപ്പിച്ചു കൊടുക്കും. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ അതെ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് അടുത്ത ചെറിയൊരു പണി അരയ്ക്കുന്ന താളം വന്നു. താളം കറക്റ്റാ. ഈ പുളി എടുത്ത് പുളി ഉപ്പും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാ. കഴിക്കുമായിരിക്കും. അല്ല ഞാൻ അങ്ങനെ നോക്കില്ലോ. പുളി കഴിക്കത്തില്ലേ നോർമലി? എന്തിനാ നമ്മളെന്താ ചെയ്യണത് അറിയാം. ഉപ്പും കൂട്ടി വായിലിട്ടിട്ട് ഇങ്ങനെ അല്ല അതിനകത്തൊരു കോമ്പിനേഷൻ ഉണ്ട്. നമ്മൾ ഈ ഉപ്പെടുത്തതിനകത്ത് ഇങ്ങനെ വെക്കണം. അതല്ലാണ്ട് ഉപ്പില്ല. ഉപ്പ് കൂട്ടി അത് ഇച്ചിരി ഉപ്പ് കൂടുതലല്ലേ? എന്നാ കളയാം. ഉപ്പ് വേണം ഇത്രയും. അല്ല ഞാൻ സീരിയസ് എടുക്കാം. ഡൗട്ട് എനിക്ക് വേണ്ടിട്ടോ ഉള്ളി. അല്ല ഇതിങ്ങനെ കഴിച്ചു പോകണം. ഭയങ്കര ടേസ്റ്റ്. പക്ഷേ എക്സ്പ്രഷൻ ഇല്ലാണ്ട് ഈ മുഖത്തൊക്കെ എന്തൊക്കെ നവരസങ്ങളാ വരുന്നത്. പെട്ടെന്ന് രണ്ടുപേരും കൂടെ അല്ലല്ല ആദ്യം ആദ്യം അതെ ബീബൽസം ഇല്ല ഇതൊക്കെ സില്ലിയാണ്. കണ്ടോ കൺട്രോൾ ചെയ്യുന്നുണ്ടോ? നമ്മൾ ചിരിക്കാനും പാടില്ലല്ലോ. സ്ട്രേറ്റ് ഫേസ് അല്ലേ? കുറച്ചിങ്ങനെ ശാന്തം നേഹ. കഴിച്ചോ വേണ്ടെങ്കിൽ ഞാൻ കഴിക്കാം. ഓ കോൺഫിഡൻസ് കോൺഫിഡൻസ് വല്ലാണ്ട് കൂടിയിട്ടുണ്ട്. അതെ നേഹയുടെ മുഖത്തും യാതൊരു എക്സ്പ്രഷൻസ് ഒന്നുമില്ല. പിന്നെ ഒരു എക്സ്പ്രഷൻ തുപ്പിക്കളയാണ്. എന്തോ കല്ലൊക്കെ. കല്ലല്ല അത് ഉപ്പ. ചവച്ചോ കൈ ആ ടിഷ്യൂ എടുത്ത് ഉടച്ചു. ഞാൻ പറ്റ അത്ര സീനൊന്നും ഇല്ല കേട്ടോ. തേങ്ങ അപ്പൊ നമുക്ക് അടുത്ത തേങ്ങ. ഞാനാ പിന്നെ ഇന്ന് ഞാനും അപ്സര ചേച്ചിയാണ്. ലാസ്റ്റില് ഇത് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയും. നല്ല കുത്തരി ചോറും നല്ല കുത്തരി ചോറ്, നല്ല ചമ്മന്തി, കട്ട തൈര്, ചെറിയ ഉള്ളി, കാന്താരി മുളക് ഇതെല്ലാം ചേർത്ത് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കഴിക്കണം. അതാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ് ഐറ്റം. ഇത് എത്ര ഇടണം? എന്നാലും ഒരു ആവേശത്തിനും കിട്ടും. എന്നാലും ഞാൻ നമ്മൾ അളവൊക്കെ ചോദിച്ചിട്ട് മതി. ഇത്ര മതി. അപ്പൊ നിങ്ങൾ കാണുന്നുണ്ടോ ഗൈസ്? നമ്മൾ ഇത്രയും തേങ്ങയാണ് ഇട്ടേക്കുന്നത്. ഓക്കെ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത് ഫുൾ അങ്ങോട്ടേക്ക് പോയി. അപ്പൊ നമ്മൾ വാരി ഇങ്ങോട്ടേക്ക് ഇടണം. അപ്പൊ കൈ കൊണ്ട് എടുത്ത് വേണം. ഈ അമ്മിയിൽ നിന്നും ഈ കല്ലും ഈ അമ്മിയും തമ്മിൽ മാറാൻ പാടില്ല. ഓക്കെ അതാണ് അതിന്റെ റൂള്. ആ റൂള്. ഇല്ലെങ്കിൽ ഞാനിപ്പോ അപ്സരയെ കൊണ്ട് അരപ്പിക്കും. നമുക്കിനി അപ്സര ചേച്ചിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. വേണ്ട മോൻ ചെയ്തോ. ഒരാഗ്രഹം പറഞ്ഞേ. കുറച്ച് സ്നേഹത്തിൽ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാനാണ് മൊത്തം കൂടെ നിന്നത്. ചമ്മന്തിയുടെ ഫൈനലിലേക്ക് പോവാണ്. നമ്മുടെ ചമ്മന്തി എല്ലാരും സ്നേഹത്തോടെ പറയുമ്പോ പിന്നെ എന്താ? ഓക്കെ അതെ. അപ്പം ഉണ്ടാക്കിയ സമയത്ത് ഒരു ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ടോ? കുക്ക് ചെയ്തപ്പോ എന്തെങ്കിലും ഫ്ലോപ്പ് ആവാറില്ല. മെജോറിറ്റി സാധനങ്ങൾ ഫ്ലോപ്പ് ആയി. അതും എളിമയാ. അത്ര എനിക്ക് ഇനി എളിമ കേൾക്കണ്ട കാര്യം പറഞ്ഞു. ഫ്ലോപ്പ് ആയി പോയതോ? ആ ഡയലോഗ് അങ്ങനെ ആ ഡയലോഗ് പറയും. എല്ലാം ഫ്ലോപ്പാ. എന്നാ അല്ല എല്ലാം എന്നല്ല, ഉണ്ടാക്കിയ കുറെ കാര്യങ്ങൾ ഫ്ലോപ്പ് ആയി പോയിട്ടുണ്ട്. ഓംലെറ്റ് അങ്ങനെയൊക്കെ ചോദിച്ചാ ഇപ്പൊ എല്ലാം ഓർത്ത് പറയണ്ടേ? അതൊക്കെ ഞാൻ സൂപ്പറായിട്ട് ഉണ്ടാക്കും. മസാല ഓംലെറ്റ് ഒക്കെ. എന്റെ മസാല ഓംലെറ്റ്, എന്റെ അവിയൽ, എന്റെ സാമ്പാർ, അങ്ങനെ കുറെ സാധനങ്ങൾ. പുളിശ്ശേരി മാമ്പഴ പുളിശ്ശേരി അല്ലേ? നമ്മളപ്പോ ഇതൊക്കെ ട്രൈ ചെയ്യണം. ഫ്ലോപ്പ് ആയിട്ടുണ്ട്. പക്ഷെ അത് ഏതൊക്കെയാന്ന് ഓർമ്മയില്ല. കാരണം ഞാൻ ചിക്കൻ കറി വെച്ചാൽ കൊള്ളത്തില്ല, കടലക്കറി വെച്ചാൽ കൊള്ളത്തേയില്ല. നോൺ വെജ് ഉണ്ടാക്കാനാണ് പ്രശ്നം. കടലക്കറി നോൺ വെജ് അല്ല, ചിക്കൻ ചിക്കൻ അത്ര ടേസ്റ്റ് ഒന്നുമില്ല. ആ പശുക്കളെ കണ്ടായിരുന്നു. അതിന് അങ്ങനത്തെ ഉണ്ട്. വെജിറ്റേറിയൻ അല്ലാത്ത രണ്ട് പശുക്കളെ ഇദ്ദേഹം പരിചയപ്പെടുന്ന അവരാണ്. ഇനി ഇതിനകത്ത് എങ്ങനെയായി നമ്മൾ ഇങ്ങനെ എടുക്കും? എനിക്കറിയാം അതൊക്കെ. അതിങ്ങനെ നേരെ ആക്കിയിട്ട് അതൊക്കെ നമ്മളൊരു സ്റ്റൈലായിട്ട് അതൊക്കെ ചെയ്യണം. നമ്മളിതിങ്ങനെ ഉരുട്ടണം. ഉരുട്ടിയിട്ട് ഇതെല്ലാം ഇങ്ങനെ, ഇതൊരു ശാസ്ത്രമാണ്. ഞാൻ ഈ ചക്കക്കൂട്ടാൻ കണ്ട കഞ്ഞിപ്പിള്ളാരുടെ അവസ്ഥയല്ലേ ഈ അമ്മിയും കല്ലും ഒക്കെ കണ്ടിട്ട്? അതെ ഒരു സൈഡിലൊക്കെ അല്ലേ ഇരിക്കണ്ടേ? ഒരു സൈഡിൽ നിന്നല്ലേ അരയ്ക്കുന്നത്, ഒരു സൈഡിൽ നിന്ന് പിടിച്ചിട്ടല്ലേ അരയ്ക്കുന്നത്. നമ്മളൊക്കെ ന്യൂജൻ പിള്ളേരാ. ന്യൂജൻ പിള്ളേർ അരയ്ക്കുന്നു എന്നുള്ളത് തന്നെ ഒരു വലിയൊരു കാര്യമാണ്. വലിയ കാര്യം. കാരണം അത്രയ്ക്ക് പോലും കൊള്ളത്തില്ല എന്നാ പറയുന്നത്. അറ്റ്ലീസ്റ്റ് ഇതിനെങ്കിലും ഈ സാധനം നമ്മൾ ഇങ്ങനെ എടുക്കാം. ഇതൊക്കെ ഇങ്ങനെ വടിച്ചെടുക്കാം. ഇങ്ങനെ എടുത്തിട്ട് ഇതിൽ ഇങ്ങനെ വെക്കാം. എല്ലാം കൂട്ടി വെക്കാം. ഇനി ഇത് ഞാൻ കണ്ടോണ്ടിരിക്കാൻ
ശരിക്കും ഉണ്ടല്ലോ ഇത് അമ്മയൊക്കെ ചെയ്യണ എങ്ങനെയാണെന്നറിയോ ഇവിടെ ഇങ്ങനെ റോൾ ചെയ്യും. ഓ അപ്പൊ കറക്റ്റ് ആയിട്ട് അറിയാട്ടോ, കറക്റ്റ് ആയിട്ട് അറിയാം. പക്ഷെ ഇത്രയും സിംപ്ലിസിറ്റി ഉള്ള ഇതൊന്നും കുക്ക് അറിയുന്ന ആളെ ഞാൻ ആദ്യമായിട്ട് കാണാം. ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഷവർമയാണോ കട്ട് നോക്ക് ലാസ്റ്റ് അതിൽ ഫിനിഷിങ്. അതെ എന്നിട്ട് ഇത് ഇങ്ങനെ വെക്കും. സത്യം പറഞ്ഞാൽ ഈ സൈഡിലെല്ലാം ആയി കേട്ടോ. അതെ നിക്ക് ലാസ്റ്റ് ഇത് ഫിനിഷ് ചെയ്ത് തന്നാ ചോറ് കൊണ്ടുവരണ ഈ കല്ലിലിട്ട് തിന്നാണ്. കഴിച്ചു നോക്ക്, സൂപ്പറായിരിക്കും, സൂപ്പറായിരിക്കും. അല്ല അടിപൊളിയല്ലേ? ഞാൻ പറയാം സത്യമായിട്ട് സീരിയസ് ആയിട്ട് സൂപ്പറാണ്. ഞാനും കഴിച്ചു ഇതിനകത്ത് നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാം. ഇതൊരു അതെ സത്യസന്ധമായിട്ട് പറയാം, നല്ല ടേസ്റ്റ്. എനിക്കറിയാം, കാരണം ഞാനല്ലേ അത് കൂട്ടി തന്നു. അപ്പൊ നന്നായിട്ട് അല്ലേ ഞാൻ കഴിച്ചോട്ടെ. ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ലാലേട്ടനാണെങ്കിൽ സംവിധായകൻ എന്നൊരു സാധനം ഇല്ലെങ്കിൽ ആ സിനിമ ഹിറ്റാവൂ. സംവിധാനം ഇല്ലെങ്കിൽ ഹിറ്റ് ആവില്ല. പക്ഷെ ലാലേട്ടൻ നന്നായിട്ട് അഭിനയിച്ചില്ലെങ്കിൽ ലാലേട്ടൻ അഭിനയിക്കുമല്ലോ, അതായത് ചെയ്യുമല്ലോ. അതെ, അപ്പൊ നമ്മള് സംവിധാനം മറക്കണം. പക്ഷെ ഈ ചമ്മന്തിയിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമേ ഉള്ളൂ ക്രെഡിറ്റ്. ഷെഫിന് ഞാനുണ്ട് അതിനകത്ത്. അതെ ഞങ്ങളുണ്ട്. അപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ പിന്നെ ഞാൻ എന്താ ചെയ്തു? അല്ല ടേസ്റ്റ് ചെയ്തോ, ടേസ്റ്റ് ചെയ്തോ. അല്ല വേണ്ട, ഇനിയിപ്പോ ഞാൻ ഇത് അതെ നല്ല ടേസ്റ്റ്, സൂപ്പർ ചമ്മന്തിയാണ്. വീട്ടില് നാരകത്തിന്റെ ഇല ഉണ്ടായില്ലോ, നല്ല ടേസ്റ്റ് അല്ലേ? നാരകത്തിന്റെ ഇല നല്ല സൂപ്പർ. സീരിയസ് ആയിട്ട്, കാരണം നമുക്ക് ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ. അതെ എന്ന് വെച്ചിട്ട് വീട്ടില് ചമ്മന്തിരിക്കാൻ എന്നെ വിളിക്കുന്നത്. സോറി. അപ്പൊ നമ്മൾ എണ്ണ കുറച്ച് ഒഴിച്ചിട്ടോ. ഇതെടുത്തൊന്ന് മാറ്റണം ഇവിടുന്ന്. വേണ്ട വേണ്ട, നമ്മള് ചമ്മന്തി ഉരുട്ടി ചോറും കൂടെ വേണമായിരുന്നു. ചോറ് വരുന്നുണ്ട്. ചോറ് ഉരുട്ടിയെടുത്തിട്ട് ശാസ്ത്രം പറഞ്ഞില്ലേ ഇങ്ങനെ ഉരുട്ടണം. എന്നിട്ട് ഇനി കഴിച്ചു നോക്കിയാ മതി. അത് കറക്റ്റ് ആ ഷേപ്പിൽ ഇവിടെ നേരത്തെ ഉണ്ടാക്കിയത് അപ്സര. ഇപ്പൊ നമ്മൾ അല്ല നമ്മളപ്പം അപ്ഗ്രേഡ് ചെയ്യുന്നൊരു കുറച്ച് സാധനങ്ങൾ നമ്മൾ ആഡ് ചെയ്യണം. അതിനകത്ത് നമ്മളൊരു കറിച്ചട്ടി ആഡ് ചെയ്യുന്നു, നമ്മൾ നാടൻ ചട്ടി അല്ലേ. ശ്രദ്ധിച്ചു നോക്കുക, നമ്മൾ കുറച്ച് കുത്തരി ചോറിടുന്നു. നല്ല ചൂട്. ഓക്കെ, നമുക്ക് നോക്കാം. അതിലേക്ക് നമ്മൾ ശകലം വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഇച്ചിരിയോ ഇച്ചിരിയോ ഒത്തിരിയോ എങ്ങനെ ഒഴിക്കും അല്ലേ. ഇനി നമ്മൾ അതിലേക്ക് നമ്മള് ചമ്മന്തി അല്ലേ, നമ്മൾ ചമ്മന്തിയും ചോറും ഇങ്ങനെ കുഴക്കണം. ചമ്മന്തി മിക്സ് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ വീണ്ടും ചമ്മന്തിയും വെളിച്ചെണ്ണ വേറെ ഒന്നും ഇട്ടിട്ടില്ല. പക്ഷെ ഇതിന്റെ ഒരു ലക്ഷറി ഭയങ്കരമല്ലേ. ഒന്ന് ഒരു വാസന എടുത്ത് നോക്കി. അത്രയില്ല എന്നാലും. അതെ, അതിലേക്ക് നമ്മള് കട്ടത്തൈര്. ഇല്ല വാസനയില്ല, വാസനയില്ല, വാസനയില്ല. ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. നിങ്ങളിത് കാണുന്നുണ്ടോ? കണ്ടോ? ഇല്ലേ? അടിപൊളിയല്ലേ? സൂപ്പർ അല്ലേ? നന്നായിട്ടില്ലേ? നോക്കട്ടെ. മുളകില്ല, എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. നല്ല അടിപൊളിയല്ലേ? ഓ എത്ര ആൾക്കാരുടെ കൊതിയാന്നറിയോ നോക്കതെ. മറ്റേ വയറ്റ് നോക്ക് പിടിക്കും കേട്ടോ ഇങ്ങനെ കഴിച്ചിട്ട്. നമ്മൾ ഇത്രയും പേര് കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് കഴിക്കട്ടെ. അല്ല കഴിക്കരുത്, പിടി. യോ ഇങ്ങനെ കഴിക്കണോ? പിടിച്ചോ. ഒരു മാജിക് എന്ന് പറയുന്നത് നമ്മളെ ഫുഡിനോടുള്ള സിമ്പിൾ ഫുഡാണേ. ഇത് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ? എല്ലാരും. നിങ്ങൾ പപ്പടവും കാന്താരി മുളകും തിന്നാം, ഞാൻ ഈ ചട്ടി ചോറ് തിന്നാം. കഴിഞ്ഞ പ്രാവശ്യം ബിരിയാണി കൊടുത്തു, ഇപ്രാവശ്യം കുട്ടികൾക്ക് ഇത് ഭയങ്കര സീനാട്ടോ. നമ്മളിട്ട് നീ ആ പപ്പടം കഴിക്കും. കഴിച്ചു ധൈര്യമായിട്ട്, മൊത്തത്തിലല്ല കടിച്ചാ മതിട്ടോ, അല്ലെങ്കിൽ മുളക് തലക്ക് കയറി കണ്ണിന്ന് വെള്ളം വരാൻ തുടങ്ങും. ഞാനൊന്ന് കഴിച്ചോട്ടെ, ഇങ്ങോട്ട് നിന്നേ. ശരിക്കും തരണം കേട്ടോ. വെള്ളം ഇത് പിന്നെയും പിന്നെയും പപ്പടം. ആ സൗണ്ടിന് കൊടുക്കണ്ടേ? പ്രകൃതിയുടെ നാദം, പ്രകൃതിയുടെ അല്ലേ. തൈരും ചമ്മന്തിയും. അതെ, ഒരു വായം കൂടെ കഴിച്ചോട്ടെ. ഒരു വായം കൂടെ നമുക്ക് കഴിച്ചിട്ട് നമുക്ക് വേഗം. ഇനി വേറൊരു സാധനമുണ്ട്, വേറെ ഐശ്വര്യമായിട്ട് കഴിച്ചു. നമ്മള് കൈ കഴിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നില്ലേ അല്ലേ. ഇനിയിപ്പം തൈരൊന്നും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഈ ചമ്മന്തി ഇങ്ങനെ കുഴച്ച് മാറ്റി എടുത്തു കണ്ടോ. വീട്ടിൽ ട്രൈ ചെയ്യണം കേട്ടോ, ആർക്കൊന്നും ട്രൈ ചെയ്യാം.
അത് ഈ ചോറ് ഈ കല്ലിലോട്ട് ഇടണം മോനെ. അതിലേ വെളിച്ചെണ്ണ കഴിക്കണം. കണ്ടോ? വെളിച്ചെണ്ണ ഇത്രയും വലിയൊരു പാട്ടുണ്ടെന്ന് എനിക്കറിയാം. വെളിച്ചെണ്ണയുടെ പ്രത്യേകത അറിയാമോ? അമ്മയുടെ മുലപ്പാലിനോട് സാമ്യമുള്ള ലോകത്തെ ഒരേ ഒരു ദ്രാവകം വെന്ത വെളിച്ചെണ്ണ. അറിയില്ല അല്ലേ? ഇല്ല. പഠിച്ചില്ലേ? ഇപ്പൊ പഠിച്ചു. അങ്ങനെ കുറെ വിവരങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. താങ്ക് യു. ഷെഫ് കുറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതെ, വെറും ചോറും വെളിച്ചെണ്ണയും ചമ്മന്തി. അപ്പൊ നമ്മൾ പക്ഷേ ഇതിൻ്റെ അകത്ത് വെളിച്ചെണ്ണ ഇട്ടില്ലായിരുന്നോ? പക്ഷെ അതിന് തൈര് ഒഴിച്ചു. ഓക്കെ, തൈരില്ലാണ്ട് ഇത്. തൈരില്ല. ഓക്കെ അല്ലേ? ആ, പിന്നെ ഇതിന്റെ അമ്മിക്കല്ലിന്റെ അകത്ത് നിന്ന് തന്നെയുള്ള ചമ്മന്തിയാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. ഇതിനകത്ത് വലിയ ഡെക്കറേഷൻ ഒന്നുമില്ല അല്ലേ? ഇതിനകത്ത് നമ്മൾ ചെറിയ ഉള്ളി കൂടെ വെച്ച് ഓക്കെ, ജസ്റ്റ് ഒന്ന് ചതയ്ക്കുന്നു. ഒരു ചെറിയുള്ളിയാണ് നമ്മൾ ചതയ്ക്കുന്നു, എന്നിട്ട് അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. ഓക്കെ, തൈരില്ല. തൈരില്ല. തൈരില്ല, ഉള്ളി തൈര് വേണ്ട, നമ്മൾ ഓൾറെഡി തൈര് എടുത്ത് കഴിച്ചു. ഉപ്പില്ല. ഇപ്പൊ നമ്മൾ ഓൾറെഡി ഇട്ടില്ലായിരുന്നോ? കഴിച്ചു നോക്കടാ. നിങ്ങൾ തന്നെ കഴിച്ചോ. കൈ വേണം, അങ്ങനെ കഴിക്കാം. നന്നായിട്ട് ഉരുട്ടി കഴിക്കും. നമ്മൾ ഉരുട്ടി ഉണണമെന്നാണ് പറയുന്നത്. ഓക്കെ, ഉരുട്ടി അടിച്ചില്ലെന്ന് ചോദിക്കത്തില്ലേ? ആഹാ, ബ്ലാൻഡ്, സിമ്പിള്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ എനിക്ക് ഇതാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. ഇത് തൈര് ഇട്ടിട്ടുണ്ട്, ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. തൈര് ഇതിനകത്ത് നമ്മൾ ചമ്മന്തിയുടെ ടേസ്റ്റ് അറിയും. അതെ, ഇത് ചമ്മന്തി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ തൈര് ഹൈലൈറ്റ് ചെയ്യുന്നു. ചമ്മന്തി അറിയാൻ വേണ്ടിയാണ്. സൂപ്പർ. അതെ, അപ്പോൾ അടിപൊളിയല്ലേ? അതിൻ്റെ കൂടെ ചുട്ട പപ്പടം കഴിക്കണം. ചട്ടി എടുത്തോണ്ട് പോയി തട്ട് പറയാൻ മറന്നു. നിങ്ങൾക്ക് വേണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ പറയുകയാണെങ്കിൽ മാറ്റി വെക്കാൻ കുറച്ച്, അല്ലെങ്കിൽ നമ്മൾ എന്നോട് കഴിക്കും. ചമ്മന്തിയും ചോറും തൈരും ഒക്കെ കൂടി നമ്മൾ കൂട്ടി കഴിഞ്ഞു. എന്ത് ചമ്മന്തി എടുത്ത് പറഞ്ഞോണം. ആ, പറ. നാരകത്തിന്റെ ഇലേന്റെ ചമ്മന്തി. ഗോഡ് ഇറ്റ്. അപ്പൊ നമ്മൾ അമ്മിക്കൽ അരച്ചു. അങ്ങനെ കുറെ പുതിയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്നു, കുറെ വിവരങ്ങൾ. ഇതിന്റെ പേരെന്താണ്? ഷാറ്റാണോ? ഷാലറ്റ്. സ്വയം ഗോളടിക്കരുത്. കോഴിക്കോട് മിക്സ്. എവിടുന്ന് ഇംഗ്ലീഷ് ഉണ്ട്. ഇതിന്റെ പേര് ഷാലറ്റ്. നമുക്കിതിന് വേറൊരു പേര് കൂടെ പറയാൻ പറ്റും. അതെ, എന്താ? വേറൊരു പേരുണ്ട്. ഭാഷ. ഡ്രൈഡ് അല്ലേ? മാണിക് ഭാഷ അങ്ങനെയല്ലേ? ഡ്രൈഡ് റെഡ് പെപ്പർ. എനിക്ക് ഓർമ്മയുണ്ട്, ഡ്രൈഡ് റെഡ് പെപ്പർ എന്ന് പറയാം. അപ്പൊ നമ്മൾ ഇതിന്റെ ഇംഗ്ലീഷ് വാക്കുകൾ നമ്മൾ പഠിച്ചു. കിൻഡർ ഗാർഡനിൽ ഞാൻ പഠിച്ച കാര്യങ്ങൾ പോലും ഈ കുട്ടി ഇത്രയും വലുതായി. ന്യൂജൻ പിള്ളേർ ഇങ്ങനെയാ. അതല്ലേ, ക്ലാസ്സിൽ പോകാറില്ല, ഇതൊന്നും പഠിക്കാറില്ല. നൂജൻ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. പണ്ടാറുണ്ട് സലീംകുമാർ ചോദിച്ചാണ് മൊബൈൽ കണ്ടുപിടിച്ചത് ഓൾഡ്ജൻ, ഫ്ലൈറ്റ് കണ്ടുപിടിച്ചത് ഓൾഡ്ജൻ. ഇതൊക്കെ ഉപയോഗിക്കാൻ കുറെ ഞാനിത് കഴിച്ചിട്ട് ലാസ്റ്റ് ആണ്, ഇനി ഞാൻ എടുക്കണില്ല. ഈ ചട്ടി കൊണ്ടുപോകാൻ ഉണ്ടോ അവിടെ? എപ്പിസോഡ് അപ്പൊ നമ്മൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യണം. അടുത്ത എപ്പിസോഡ് നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് വരത്തില്ല. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത് ഇതിനകത്ത് സ്റ്റാർ ആയിട്ട് നമ്മളിപ്പം ഞാൻ അരച്ചത് അപ്സര മാത്രമാണോ തോന്നുന്നത്? പക്ഷെ എല്ലാം കഴിഞ്ഞിട്ടേ ഷാലറ്റ്സ് എന്ന് പറയുന്നതിന് ഷാട്ടർ എന്ന് വിളിച്ചിട്ട് പറയാ ഞാൻ ഉണ്ടാക്കിയ ചമ്മന്തി ഭയങ്കര സൂപ്പർ ആയിരുന്നു അല്ലേ? എല്ലാവർക്കും സൂപ്പർ ആയിരുന്നു, ഇഷ്ടപ്പെട്ടു. അവരാരും കഴിച്ചിട്ട് പോലില്ല, വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കുക. ശകലമെങ്കിലും മാറ്റി വെക്കുക. ഇത് ഇത്രയും കൂടെ ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് ഇനി ഇത്രയും കൂടെ വേണമെങ്കിൽ വേണ്ടി ചന്ദനം അറിയുന്ന കണക്ക് തരുന്നതായിരിക്കും. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? അപ്പം നിങ്ങളുടെയൊക്കെ എക്സ്പീരിയൻസ് എനിക്കറിയാം, നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. അത് ഞാൻ കൂടുതൽ ചോദിക്കുന്നില്ല. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്ത് നമ്മുടെ അടുത്ത എപ്പിസോഡിലേക്ക് നമ്മൾ പിന്നെയും വരുന്നതായിരിക്കും. അപ്പോൾ സൈൻ ഓഫ് ഫ്രം നിഹ മാത്യു, ഷെഫ് നളൻ. നഗരൻ. ബൈ.